ഓക്കെ, റേഷ്യോ അനാലിസിസ് എന്ന ചാപ്റ്ററിലെ ലാസ്റ്റ് ടോപ്പിക്കാണ് ഇൻ്റർഫേം ആൻഡ് ഇൻട്രാഫേം കമ്പാരിസൺസ്. അവിടെ മാറിപ്പോവരുത്. ഒന്ന് ഇൻ്റർഫേമാണ്, ദെൻ നെക്സ്റ്റ് ഇൻട്രാഫേമാണ്. ഇൻ്റർഫേം ആൻഡ് ഇൻട്രാഫേം കമ്പാരിസൺ. First of all, what do you mean by interfirm comparison? Interfirm comparison is a technique by which the operating and financial result of one firm is compared with the another firm in the same industry. സെയിം ഇൻഡസ്ട്രിയിലുള്ള ഡിഫറെൻറ്റ് ഫേംസിനെ തമ്മിൽ അവരുടെ ഓപ്പറേറ്റിംഗ് ആൻഡ് ഫിനാൻഷ്യൽ റിസൾട്ട്സിനെ കമ്പയർ ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് എന്ത് ഇൻ്റർഫേം കമ്പാരിസൺ എന്ന് പറയുന്നത്. Okay, in this technique, cost, profits, efficiency, performance and productivity of firms in the same line of business are compared and are then evaluated. അതായത് സെയിം ഇൻഡസ്ട്രിയിലുള്ള ഡിഫറെൻറ്റ് ഫേംസ് എടുത്തിട്ട് ഓരോ ഫേമിനും പിന്നെ എന്താണ് എത്രത്തോളം കോസ്റ്റ് ഉണ്ട്, എത്രത്തോളം പ്രോഫിറ്റ് സെക്യൂർ ചെയ്യുന്നുണ്ട്, അതേപോലെ തന്നെ എങ്ങനെയാണ് എഫിഷ്യൻ്റ് ആണോ, ദെൻ ഒരു കമ്പനിയുടെ പെർഫോമൻസ് എങ്ങനെയാണ്, ആ ഒരു ഫേമിൻ്റെ പ്രൊഡക്ടിവിറ്റി എങ്ങനെയാണ്. അപ്പോൾ ഇങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ആസ്പെക്ട്സിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു സെയിം ലൈൻ ഓഫ് ബിസിനസ്സിൻ്റെ കേസിൽ, അതായത് ഒരേ ഇൻഡസ്ട്രിയിൽ വരുന്ന രണ്ട് ഫേംസിനെ തമ്മിൽ നമുക്ക് രണ്ട് ഫേംസിൻ്റെ കോസ്റ്റ്, രണ്ട് ഫേമിൻ്റെ പ്രോഫിറ്റ്സ് എങ്ങനെയാണ്, അപ്പോൾ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, രണ്ട് ഫേമിനെ കമ്പയർ ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ആ കമ്പനിയെ അല്ലെങ്കിൽ ആ ഫേമിനെ ഇവാലുവേറ്റ് ചെയ്യാൻ കഴിയും. അങ്ങനെ യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് എന്ത് ഇൻ്റർഫേം കമ്പാരിസൺ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമുക്ക് എന്ത് പറയാം, ദസ് interfirm comparison means comparing two or more firms in the same industry or trade for evaluating or analyzing the features and performance of the firm with a view to highlight the areas of strength and weakness. അപ്പോൾ രണ്ട് ഫേമിനെ കുറിച്ചിട്ട് ആ ഒരു ഫേമിൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് അതേപോലെ തന്നെ പെർഫോമൻസ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, രണ്ട് ഫേം എ ആൻഡ് ബി എന്ന ഫേം സെയിം ഇൻഡസ്ട്രിയിലുള്ള ഒരു കമ്പനിയാണ്, ഒരു ഫേമാണ് എ, ദെൻ നെക്സ്റ്റ് ഫേമാണ് ബി. അപ്പോൾ രണ്ട് ഫേമിൻ്റെയും തമ്മിൽ ഓരോ ഫേമിൻ്റെയും ഫീച്ചേഴ്സ് അതേപോലെ തന്നെ ഓരോ ഫേമിൻ്റെയും പെർഫോമൻസ് നമ്മൾ എന്ത് ചെയ്യും, അനലൈസ് ചെയ്യും, എന്നിട്ട് ഇവാലുവേറ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് എ എന്ന ഫേമിന് എത്രത്തോളം സ്ട്രെങ്ത് ഉണ്ട് അല്ലെങ്കിൽ വീക്ക്നെസ് ആണോ, അതേപോലെ തന്നെ ബി എന്ന ഫേമിന് സ്ട്രെങ്ത് ആണോ വീക്ക്നെസ് ആണോ, അങ്ങനെ നമ്മൾ കമ്പാരിസൺ മേക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ടെക്നിക്കാണ് എന്ത് ഇൻ്റർഫേം കമ്പാരിസൺ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് കമ്പാരിസൺ ആണ് ഇൻട്രാഫേം കമ്പാരിസൺ. അങ്ങനെയാണെങ്കിൽ എന്താണ് ഇൻട്രാഫേം നോക്കാം. അപ്പോൾ ഇൻ്റർഫേം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് ഫേമിനെ തമ്മിലാണ് എന്ത് ചെയ്യുന്നത്, കമ്പയർ ചെയ്യുന്നത് അല്ലേ, രണ്ട് വ്യത്യസ്ത കമ്പനികളെ അല്ലെങ്കിൽ ഫേംസിനെ, പക്ഷേ അവർ സെയിം ഇൻഡസ്ട്രിയാണ്. ഇനി ഇൻട്രാഫേം കമ്പാരിസൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോക്കാം. ഇൻട്രാഫേം കമ്പാരിസൺ മീൻസ് കമ്പാരിസൺ ഓഫ് ടു ഓർ മോർ ഡിപ്പാർട്ട്മെൻറ്റ്സ് ഓർ ഡിവിഷൻസ് ഓർ പ്ലാൻസ് ഓഫ് ദ സെയിം ഫേം അണ്ടർ ദ സെയിം മാനേജ്മെൻറ്റ്. അതായത് ഇൻട്രാഫേം കമ്പാരിസൺ നടക്കുന്നത് ഒരു ഫേമിലാണ്. എങ്ങനെയാണ്, ആ ഒരു ഫേമിൻ്റെ ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സിൽ അതേപോലെ തന്നെ ഡിഫറെൻറ്റ് ഡിവിഷൻസ് അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഡിഫറെൻറ്റ് പ്ലാൻസ് എന്ന് പറയാം. ഒരു ഫേമിന് തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ബ്രാഞ്ചസ് ആയിട്ടുണ്ടാവില്ലേ, അങ്ങനെ ഓരോ പ്ലാൻസിലും ക്രിയേറ്റ് ചെയ്യുന്ന ഓരോ പ്ലാൻസിനെയും തമ്മിൽ അല്ലെങ്കിൽ ഓരോ ഡിപ്പാർട്ട്മെൻറ്റ്സിനെയും തമ്മിൽ എന്ത് ചെയ്യുന്നു, കമ്പയർ ചെയ്യുന്നു. അവരുടെ ഒബ്ജക്റ്റീവ് എന്താണ്, ദ ഒബ്ജക്റ്റീവ് ഈസ് ടു ഐഡൻറ്റിഫൈ ദ വീക്ക്നെസ്സസ് ഓർ ഡെഫിഷ്യൻസീസ് ഓഫ് ഈച്ച് ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റ്സ് ഓർ ഡിവിഷൻസ്. ഇവിടെ ഇപ്പം ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡിവിഷൻസിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഒരു ഡിവിഷനിൽ നിന്നും മറ്റൊരു ഡിവിഷനിലേക്കുള്ള വ്യത്യാസം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ എന്തൊക്കെയാണ് ഓരോ പിന്നെ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള വീക്ക്നെസ് എന്തൊക്കെയാണ്, ഡെഫിഷ്യൻസി എന്തൊക്കെയാണ് മറ്റേ ഡിവിഷനെ കമ്പയർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മറ്റേ പ്ലാന്റിനെ കമ്പയർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മറ്റേ ഡിപ്പാർട്ട്മെൻറ്റിനെ കമ്പയർ ചെയ്യുമ്പോൾ എത്രത്തോളം ഡെഫിഷ്യൻസി ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ എത്രത്തോളമാണ് വീക്ക്നെസ്, ഇത് ഐഡൻറ്റിഫൈ ചെയ്യുന്ന കമ്പാരിസൺ ആണ് ഇൻട്രാഫേം കമ്പാരിസൺ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഇൻട്രാഫേം എന്ന് പറയുമ്പോൾ ഒരു ഫേം തന്നെയാണ്, ബട്ട് അവിടെ കമ്പാരിസൺ മേക്കുന്ന ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ഓർ ഡിഫറെൻറ്റ് പ്ലാൻസ് ഓർ ഡിഫറെൻറ്റ് ഡിവിഷൻസ് അണ്ടർ ദ സെയിം മാനേജ്മെൻറ്റ്. ഒരു സെയിം മാനേജ്മെൻറ്റിൽ വരുന്ന അത് സെയിം മാനേജ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഒരു ഫേമിൻ്റെ ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ഓർ പ്ലാൻസ് ഓർ ഡിവിഷൻസ് ആണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം ജസ്റ്റ് what are the difference between these two comparison, interfirm comparison and intrafirm comparison. The main difference between interfirm comparison and intrafirm comparison is that the former compares the performance of one firm with that of other similar firms
while the later compares a performance of one division or department with that of other divisions or departments within the same firm. ഒന്ന് കമ്പയർ ചെയ്യുന്നത് എന്താണ്, ഒരു ഫേമിന് എന്താണ്, വൺ ഫേം വിത്ത് ദാറ്റ് ഓഫ് അതർ സിമിലർ ഫേം. രണ്ട് ഫേംസിനെ തമ്മിലാണ് എന്ത് വരുന്നത്, ഇൻ്റർ ഫേം കമ്പാരിസൺ വഹിക്കുന്നത്. എന്നാൽ ഇൻട്രാ ഫേം കമ്പാരിസൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെയിം ഫേമിലുള്ള രണ്ട് ഡിപ്പാർട്ട്മെൻറ്റ്സ് തമ്മിൽ അല്ലെങ്കിൽ രണ്ട് ഡിവിഷൻസ് തമ്മിലാണ് എന്ത് ചെയ്യുന്നത്, അതിലെ പെർഫോമൻസ് ആണ് കമ്പയർ ചെയ്യുന്നത്, എന്നിട്ട് ഇവാലുവേഷൻ കണ്ടക്ട് ചെയ്യുന്നത്. ഇൻ്റർ ഫേം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 ഫേംസ് ഉണ്ടായിരിക്കും. ഇൻട്രാ ഫേം എന്ന് പറയുമ്പം ഒരു ഫേമിൽ തന്നെ ഡിഫറെൻറ്റ് ഡിവിഷൻസോ ഡിപ്പാർട്ട്മെൻറ്റ്സ് തമ്മിലുള്ള കമ്പാരിസണാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് നമുക്ക് റേഷ്യോ അനാലിസിസിലെ ലാസ്റ്റ് പറയുന്ന ടോപ്പിക്, ഇൻ്റർ ഫേം ആൻഡ് ഇൻട്രാ ഫേം കമ്പാരിസൺ. അപ്പോൾ ഇതോടുകൂടി നമ്മളുടെ റേഷ്യോ അനാലിസിസ് എന്ന ചാപ്റ്റർ ഇവിടെ കംപ്ലീറ്റ് ആവുകയാണ്.